നമ്മളെന്ത് ചെയ്യുമ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ ഓർമ്മ വരുന്നത് നമ്മുടെ അപ്പനമ്മേനെയല്ലേ. പ്രത്യേകിച്ച് അവരില്ലാത്തൊരു സാഹചര്യമാകുമ്പോൾ. എനിക്കിപ്പോൾ അപ്പനമ്മയില്ല, അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 6 കൊല്ലം. അപ്പം 2003 മരിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചേച്ചിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണത്തിന് മുപ്പാട് അപ്പം മരിച്ചു. അപ്പോൾ ഇവിടുത്തെ കാവടിയാണ്. അപ്പോൾ ചെറിയൊരു ഒരുക്കം അത്രേ ഉള്ളൂ, ചെറുത്. അതിൽ വലിയ ഇതൊന്നും ഇല്ല. കാവടി അങ്ങനെ വലിയ ആഘോഷമൊന്നും പറയാനുള്ളതില്ല. അപ്പം കാവടി എന്ന് പറയുമ്പോൾ ചെറിയൊരു ഓർമ്മ പുതുക്കൽ പോലെ ഞാനൊരു കഥ പറയാം. അമ്മയ്ക്കാണ് കാവടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ. ഞങ്ങൾക്കപ്പോഴും ഞങ്ങൾ 3 പെൺമക്കളാണ്. ഞങ്ങൾക്ക് കാവടിയോട് അങ്ങനെ കാവടി കാണാൻ പോകാൻ അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെന്നെ ഒരുക്കി കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണൊക്കെ എഴുതി പുരികം, ഈ തീപ്പെട്ടി കൊള്ളില്ലേ, അത് വെച്ചിട്ടാണ് അമ്മ പുരികമൊക്കെ എഴുതി തരിക. അത് ആ പുരികം എന്ന് പറയണ മറ്റേ ഈർക്കിളിയുടെ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ പുരികം എഴുതണേന്. കോമഡിയാണ്. ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മുടി തുമ്പത്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തരും. അപ്പനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അപ്പനങ്ങനെ വലിയ മക്കളെ ഒരുക്കി കൊണ്ട് നടക്കണത് അപ്പന് വലിയ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല, പെൺമക്കളായതുകൊണ്ടായിരിക്കാം, ഒരു ചെറിയൊരു പേടിയായിട്ടൊക്കെ ആയിരിക്കാം കേട്ടോ അപ്പന്. പക്ഷേ അതുകൊണ്ടായിരിക്കാം 3 നേരെ ചൊവ്വേ അവർക്ക് കെട്ടിച്ചു വിടാൻ പറ്റി. വേറെ ഒരു പ്രശ്നങ്ങൾ അലമ്പുകളൊന്നും ഇല്ലാണ്ട് അവർ കെട്ടിവെച്ച് വിടാൻ പറ്റി. അപ്പോൾ അമ്മയ്ക്ക് ഇതന്നെ ഈ കാവടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ വൈകുന്നേരം ഉറക്കമുളച്ചിട്ടൊക്കെ ഈ കാവടി കഴിയണ വേണം. ചില സമയങ്ങളിൽ 2 മണി, പണ്ടൊക്കെ അങ്ങനെ 2 മണി വരെയൊക്കെ കാവടി. ഇപ്പൊക്കെ വേഗം 1:30 സമയത്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ വൈകുന്നേരം കാവടി കാണാനൊന്നും പോവാറില്ല. അപ്പോൾ അമ്മ നേരെ വെളുക്കണ വരെ എന്ന് പറയാം, അതേ വരെ ആ പൂരപ്പറമ്പിലിരുന്ന് കാവടി കണ്ടിട്ടാണ് അമ്മ വരുള്ളൂ. അമ്മ ഒറ്റയ്ക്കല്ല കേട്ടോ, ചിലപ്പോൾ ഞങ്ങളതിനെ കൊണ്ടുപോകും. ഞങ്ങൾ ഉറക്കം വിളിച്ചിട്ട് ഞങ്ങളതിനെ കൊണ്ടുപോകും. അപ്പോൾ അന്ന് നമുക്കിത് പറയാനുള്ളതില്ലേ, നമ്മൾ ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ പിന്നെ അടുത്ത് കുറേ ചേച്ചിമാരുണ്ടല്ലോ, അവർ ടീമായിട്ട് പോവും. ഒരു അഡിക്റ്റാണ് കാവടി എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങളെന്താണോ ഞങ്ങളങ്ങനെ ആയിപ്പോയി. ആ ഒരു മൈൻഡ് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കേട്ടോ. കാവടിയോട് അങ്ങനെ എന്താണെന്നറിയില്ല, കാവടി കാണാൻ ഇഷ്ടമാണ്, അങ്ങനെയില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോയി നിൽക്കാനുള്ളൊരു മടിയൊക്കെ ആയിട്ടായിരിക്കാം. കുറേ നേരം വെയിലത്ത് നിൽക്കണ്ടേന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം. പക്ഷേ അത് പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് പോകാനും അതിനൊക്കെ. പക്ഷേ എല്ലാ വർഷവും കാവടി വരുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതായിരിക്കാം, ഒരു സങ്കടം. എന്ന് വെച്ചാൽ അവരില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ അതില്ലാത്ത ആൾക്കാർക്കാണ് അവരുടെ അത് മനസ്സിലാവും. അവരുള്ളപ്പോൾ നമുക്ക് അവരുടെ വാല്യൂ മനസ്സിലാവില്ല എന്ന് പറയില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അവരെ ഓർമ്മ വരും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ രാവിലെ മുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഏത് വിശേഷമായാലും, പെരുന്നാളായാലും ഒക്കെ അച്ചപ്പം ഉണ്ടാക്കൽ, കുഴലപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ സമയത്ത് നമുക്ക് അമ്മയാണ് അതൊക്കെ പഠിപ്പിച്ച് തന്നിരിക്കണത്, എല്ലാ കാര്യങ്ങളും. ഇതിൽ അളവ് അതൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ സമയത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ സങ്കടമാണ് അവരെ ഓർമ്മ വരുമ്പോൾ ഉള്ളത്. അത് അങ്ങനെയാണ്, അത് അറിയണ ആർക്കും അറിയാം.